ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിക്കപ്പെടുന്ന പൊതുഗതാഗത സംവിധാനം. ദിവസേന കോടിക്കണക്കിന് ആളുകളാണ് ട്രെയിനുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു റെയിൽവേ ശൃംഖലയിൽ യാത്രക്കാർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പല സ്റ്റേഷനുകളിലും ഉറപ്പാക്കപ്പെട്ടിട്ടില്ലെന്ന ഗുരുതര കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പരിശോധിച്ച റെയിൽവേ സ്റ്റേഷനുകളിൽ 89% നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നോ അതിലധികമോ അടിസ്ഥാന യാത്രാ സൗകര്യങ്ങളിൽ കുറവുള്ളവയാണ്. ഇത് വെറും സൗകര്യക്കുറവിന്റെ കണക്കല്ല, യാത്രക്കാരുടെ സുരക്ഷ, ആരോഗ്യം, ശുചിത്വം, സൗകര്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനി എന്താണ് CAG കണ്ടെത്തിയത്? 2019-20 മുതൽ 2023-24 വരെയുള്ള കാലയളവാണ് CAG-യുടെ പരിശോധനയിൽ ഉൾപ്പെട്ടത്. ഇന്ത്യയിലെ 5908 നോൺ സബർബൻ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നാണ് പരിശോധന നടത്തിയത്. ഇതിൽ 512 സ്റ്റേഷനുകളിലാണ് വിശദമായ പരിശോധന നടന്നത്. അതിൽ 458 സ്റ്റേഷനുകളിൽ, അതായത് 89%-ലധികം സ്റ്റേഷനുകളിൽ മിനിമം എസെൻഷ്യൽ അമ്യൂണിറ്റീസ് അഥവാ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യാത്രാ സൗകര്യങ്ങളിൽ ഒന്നോ അതിലധികമോ കുറവുണ്ടെന്നാണ് CAG കണ്ടെത്തിയത്. വെറും 54 സ്റ്റേഷനുകളിൽ മാത്രമാണ് പരിശോധിച്ച അടിസ്ഥാന മാനദണ്ഡങ്ങൾക്കെതിരെ കുറവുകളൊന്നും കണ്ടെത്താതിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ? യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാകണം, ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം, ശുചിമുറികൾ ഉണ്ടായിരിക്കണം, പ്ലാറ്റ്ഫോമുകളിൽ ആവശ്യമായ ഷെൽട്ടറുകൾ ഉണ്ടായിരിക്കണം, ഫാനുകൾ, വാട്ടർ കൂളറുകൾ, ആവശ്യമായ സൈൻ ബോർഡുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. പക്ഷേ CAG-യുടെ പരിശോധനയിൽ ഇവയിൽ പലതിലും കുറവുകൾ കണ്ടെത്തി. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തെന്നാൽ, ഈ പ്രശ്നം ചെറിയതോ അവഗണിക്കപ്പെട്ടതോ ആയ സ്റ്റേഷനുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കൂടുതൽ വരുമാനവും കൂടുതൽ യാത്രക്കാരുമുള്ള NST 1 മുതൽ NST 3 വരെയുള്ള സ്റ്റേഷനുകളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പ്രശ്നം ചില പ്രത്യേക സ്റ്റേഷനുകളുടെ മാത്രം പ്രശ്നമല്ലെന്നാണ് CAG ചൂണ്ടിക്കാട്ടുന്നത്. റെയിൽവേയുടെ വിവിധ സോണുകളിലും വിവിധ വിഭാഗത്തിലുള്ള സ്റ്റേഷനുകളിലും ഈ കുറവുകൾ നിലനിൽക്കുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതുകൊണ്ട് തന്നെ CAG ഇതിനെ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളായി കാണുന്നില്ല, മറിച്ച് സംവിധാനപരമായ വീഴ്ചകളിലേക്കാണ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. ഇനി ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും അടിസ്ഥാന വിഷയത്തിലേക്ക് വരാം. കുടിവെള്ളം. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന് ലഭിക്കുന്ന കുടിവെള്ളം സുരക്ഷിതമായിരിക്കണം എന്നത് അടിസ്ഥാന ആവശ്യമാണ്. എന്നാൽ ചില സ്റ്റേഷനുകളിൽ ലഭിച്ച വെള്ളത്തിന്റെ ഗുണനിലവാരത്തിലും ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി CAG റിപ്പോർട്ട് പറയുന്നു. 2022-23 16 റെയിൽവേ സോണുകളിലായി 135 സ്റ്റേഷനുകളിലും 2023-24 15 സോണുകളിലായി 139 സ്റ്റേഷനുകളിലും കുടിവെള്ളത്തിലെ റെസിഡ്വൽ ക്ലോറിന്റെ അളവ് നിർദ്ദേശിച്ച പരിധിക്ക് പുറത്തായിരുന്നു. സാധാരണയായി റെസിഡ്വൽ ക്ലോറിൻ 0.2 മുതൽ 0.5 പാർട്സ് പെർ മില്യൺ വരെ ആയിരിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പല സ്ഥലങ്ങളിലും ഈ പരിധി പാലിക്കപ്പെട്ടിട്ടില്ല. ഇതിലും ഗുരുതരമായ കണ്ടെത്തലാണ് ചില വെള്ള സാമ്പിളുകളിൽ ടോട്ടൽ കോളിഫോം ബാക്ടീരിയ, അതിൽ E. coli ഉൾപ്പെടെയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. 2022-23 8 സോണുകളിലായി 49 സ്റ്റേഷനുകളിലും 2023-24 9 സോണുകളിലായി 56 സ്റ്റേഷനുകളിലും ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ട് പറയുന്നു. അതായത് യാത്രക്കാർക്ക് കുടിക്കാൻ നൽകുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിലും നിരീക്ഷണ സംവിധാനങ്ങളിലും വീഴ്ചകൾ ഉണ്ടെന്നാണ് ഓഡിറ്റ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഇതാണ്: അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പണമില്ല, അതുകൊണ്ടാണോ ഈ കുറവുകൾ? CAG റിപ്പോർട്ട് പറയുന്നത് അതല്ല. കാരണം യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കായി അനുവദിച്ച ബഡ്ജറ്റ് തുകയുടെ വലിയൊരു ഭാഗം തന്നെ ചില വർഷങ്ങളിൽ ചെലവഴിക്കാതെ കിടന്നിട്ടുണ്ട്. 2019-20 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ പാസഞ്ചർ അമ്യൂണിറ്റീസിനായി അനുവദിച്ച ബഡ്ജറ്റ് ഗ്രാന്റിന്റെ 36% മുതൽ 44% വരെ ഓരോ വർഷവും ചെലവഴിക്കാതെ ബാക്കിയായി. പ്രത്യേകിച്ച് കോവിഡ് കാലയളവല്ലാത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ള അണ്ടർ യൂട്ടിലൈസേഷൻ ഉണ്ടായതായി CAG ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെയാണ് വിഷയം കൂടുതൽ ഗൗരവമുള്ളതാകുന്നത്. ഒരു ഭാഗത്ത് യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ല, മറ്റൊരു ഭാഗത്ത് അതിനായി അനുവദിച്ച പണം പൂർണ്ണമായും ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ പ്രശ്നം പണത്തിന്റെ കുറവാണോ? അല്ലെന്നാണ് CAG-യുടെ വിലയിരുത്തൽ. പകരം പ്ലാനിങ്ങിലും എക്സിക്യൂഷനിലുമുള്ള പോരായ്മകളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ചില സ്റ്റേഷനുകളിൽ ശുചിമുറികൾ പ്രവർത്തനരഹിതമായിരുന്നുവെന്നും പേ ആൻഡ് യൂസ് ശുചിമുറികളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്നും CAG കണ്ടെത്തി.
ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊപ്പം അനധികൃത പ്രവേശന കവാടങ്ങളും യാത്രക്കാരുടെ സുരക്ഷയെയും സ്റ്റേഷനുകളുടെ ശുചിത്വത്തെയും ബാധിക്കുന്നതായി റിപ്പോർട്ട് പറയുന്നു. ഇതോടൊപ്പം മറ്റൊരു നിർദ്ദേശവും റെയിൽവേ പാലിച്ചിട്ടില്ലെന്നാണ് CAG കണ്ടെത്തിയത്. സ്റ്റേഷനുകളിലെ യാത്രാ സൗകര്യങ്ങൾ, ശുചിത്വ സംവിധാനം, സ്വീകരിച്ച നടപടികൾ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റേഷൻ വൈസ് വെബ് പേജസ് തയ്യാറാക്കണമെന്നായിരുന്നു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നേരത്തെ നൽകിയ നിർദ്ദേശം. എന്നാൽ 2024 മാർച്ച് വരെയും ഒരു റെയിൽവേ സോണും ഇത്തരത്തിലുള്ള വെബ് പേജസ് ഓപ്പറേഷണലൈസ് ചെയ്തിരുന്നില്ലെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഓർക്കണം. റെയിൽവേ സ്റ്റേഷൻ എന്നത് ട്രെയിൻ കാത്തു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല. വൃദ്ധർ, കുട്ടികൾ, സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, രോഗികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ ദിവസേന റെയിൽവേ സ്റ്റേഷനുകളെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റേഷനിൽ വൃത്തിയുള്ള ശുചിമുറി ഇല്ലാത്തത് ഒരു ചെറിയ അസൗകര്യമല്ല. കുടിവെള്ളം സുരക്ഷിതമല്ലാത്തത് വെറും ഇൻകൺവീനിയൻസ് അല്ല. ഇരിക്കാനുള്ള സൗകര്യമില്ലാത്തത് വെറും കംഫർട്ട് ഇഷ്യൂ മാത്രമല്ല. ഇവയെല്ലാം പൊതുസേവനത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ത്യൻ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് വലിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളും നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. പുതിയ സ്റ്റേഷനുകൾ, ആധുനികവൽക്കരണം, റീഡെവലപ്മെന്റ്, വൻകിട പദ്ധതികൾ ഇവയെല്ലാം ആവശ്യമാണ്. പക്ഷെ അതോടൊപ്പം ഒരു അടിസ്ഥാന ചോദ്യവും ചോദിക്കേണ്ടതുണ്ട്. ഒരു യാത്രക്കാരന് ആദ്യം വേണ്ടത് എന്താണ്? വമ്പൻ കെട്ടിടമാണോ? അതോ ശുദ്ധമായ കുടിവെള്ളം, വൃത്തിയുള്ള ശുചിമുറി, ഇരിക്കാനുള്ള സ്ഥലം, സുരക്ഷിതമായ പ്ലാറ്റ്ഫോം, മഴയിലും വെയിലിലും കാത്തു നിൽക്കാനുള്ള ഷെൽട്ടർ എന്നിവയാണോ? ആധുനികവൽക്കരണം എന്നത് കാഴ്ചയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിൽ മാത്രം ഒതുങ്ങരുത്. യാത്രക്കാരന്റെ ദൈനംദിന അനുഭവം മെച്ചപ്പെടുത്തുന്നതാണ് യഥാർത്ഥ മോഡേണൈസേഷൻ. CAGയുടെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് ഒരു പ്രധാന മുന്നറിയിപ്പാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ നിലവിലുണ്ട്, പണം അനുവദിക്കുന്നുമുണ്ട്. പക്ഷെ അവ കൃത്യമായി നടപ്പാക്കപ്പെടുന്നുണ്ടോ? അവയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ടോ? കുറവുകൾ കണ്ടെത്തിയാൽ സമയബന്ധിതമായി പരിഹരിക്കുന്നുണ്ടോ? ഇവയ്ക്കുള്ള ഉത്തരമാണ് ഇനി പ്രധാനപ്പെട്ടത്. CAGയുടെ റിപ്പോർട്ട് പ്രകാരം പാസഞ്ചർ അമ്യൂണിറ്റീസിലെ കുറവുകൾ പരിഹരിക്കുന്നതിനായി ടൈം ബൗണ്ട് ആക്ഷൻ പ്ലാൻസ് പല സ്ഥലങ്ങളിലും തയ്യാറാക്കിയിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പ്രശ്നം കണ്ടെത്തിയിട്ടും അത് എപ്പോൾ പരിഹരിക്കും എന്നതിൽ വ്യക്തമായ സമയപരിധി ഇല്ലാത്ത അവസ്ഥ. ഇനി ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ റെയിൽവേയുടെ മുന്നിലുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഒന്നാമതായി, ഓരോ സ്റ്റേഷനിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൾ കൃത്യമായി തിരിച്ചറിയണം. രണ്ടാമതായി, അതിന് സമയപരിധിയുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. മൂന്നാമതായി, പാസഞ്ചർ അമ്യൂണിറ്റീസിനായി അനുവദിക്കുന്ന ഫണ്ട് പൂർണ്ണമായും ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. നാലാമതായി, കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം സ്ഥിരമായി പരിശോധിക്കണം. അഞ്ചാമതായി, ശുചിമുറികളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കാൻ കർശനമായ മോണിറ്ററിംഗ് സംവിധാനം വേണം. കാരണം റെയിൽവേയെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു ലക്ഷറി അല്ല, അത് അവരുടെ അവകാശത്തിന് സമാനമായ ഒരു അടിസ്ഥാന പൊതുസേവനമാണ്. ഒടുവിൽ ഈ CAG റിപ്പോർട്ട് നമ്മോട് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം എന്നത് പുതിയ കെട്ടിടങ്ങളും വലിയ പദ്ധതികളും മാത്രമല്ല. യാത്രക്കാരന് സുരക്ഷിതമായി വെള്ളം കുടിക്കാനാകുന്നുണ്ടോ? വൃത്തിയുള്ള ശുചിമുറി ഉപയോഗിക്കാനാകുന്നുണ്ടോ? കുറച്ചു നേരം ഇരിക്കാനാകുന്നുണ്ടോ? മഴയിലും വെയിലിലും സുരക്ഷിതമായി കാത്തു നിൽക്കാനാകുന്നുണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലാണ് ഒരു റെയിൽവേ സ്റ്റേഷന്റെ യഥാർത്ഥ നിലവാരം അളക്കേണ്ടത്. 512 സ്റ്റേഷനുകളിൽ 458 എണ്ണത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയെന്നത് ചെറിയൊരു കണക്കല്ല. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് റെയിൽവേക്ക് മാത്രമല്ല, പൊതുഗതാഗത സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമതയെ കുറിച്ച് നമ്മൾ എല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ്. റെയിൽവേ വികസിക്കണം, പുതിയ പദ്ധതികൾ വരണം, പുതിയ സാങ്കേതിക വിദ്യകൾ വരണം. പക്ഷേ അതിനൊപ്പം ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കണം. ഇതാണ് CAG റിപ്പോർട്ട് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.